ഹേ ഗായ്സ്, വെൽക്കം ടു ഓവർഡോസ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ ന്യൂ എക്സ്ട്രീം ആണ്. ഹീറോൻ്റെ പഴയൊരു എക്സ്ട്രീം വെച്ച് നോക്കുമ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ട്. അതായത് ടോട്ടലി ആ ഒരു ബൈക്ക് വളരെയധികം മാറി എന്ന് തന്നെ പറയാം. അതായത് ഇത്ര ജനറേഷൻ വന്നപ്പോഴേക്കും ഹീറോക്കാർക്ക് പണി മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇറക്കിയ വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. ഈ ബൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതൊരു പക്ക സ്ട്രീറ്റ്, എന്താ പറയുക, മറ്റേ ഡുക്കാട്ടിയുടെയൊക്കെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയില്ലേ, ആ ഒരു പക്കാ ബിൽഡാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ എവിടെയൊക്കെയൊക്കെ ഒരു സാധനം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ആ സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കിലുള്ള ഒരു ഹെഡ്ലൈറ്റ് കാണാം. പിന്നെ നേരെ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴേക്കും ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ കാണാം. അത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതൊക്കെ വളരെയധികം പ്രീമിയം ക്വാളിറ്റി വണ്ടിക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബിഗർ ആയിട്ടുള്ള ഡിസ്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഡിസ്ക് ബിഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് പോയിന്റ്സ് ഒക്കെ വളരെയധികം ഷാർപ്പണായിരിക്കും. നമുക്ക് വളരെ വളരെ സ്വീറ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഒരു ബിഗർ ആയിട്ടുള്ള ടാങ്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിഗർ ലുക്കിലാണെങ്കിലും 11.5 ലിറ്റേഴ്സ് അതിൽ ഫ്യൂൽ കപ്പാസിറ്റി ഉള്ളൂ. അതിനുശേഷം എൻജിനിലേക്ക് വരുമ്പോഴേക്കും 29.5 bhpയും 25 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഈ ഒരു എക്സ്ട്രീമിലാണ് ഈ ഒരു എൻജിൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇനിയും ഇവരുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റ് 250 ക്ലാസ്സിൽ കുറേ ബൈക്സ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ എൻജിൻ ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്യാവശ്യം ഞാനിപ്പോൾ ഒരു 1 ഡേ ഒക്കെ ഫുള്ള് ഓടിച്ചു ഈ ബൈക്ക്. എനിക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് എനിക്ക് എൻജിൻ്റെ ഒരു പെർഫോമൻസ് തോന്നിയത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറിലൊക്കെ വണ്ടി ഒരു ഇനിഷ്യൽ ടോർക്ക് ഇല്ലെങ്കിലും വണ്ടിയുടെ സ്പീഡ്, അതായത് ബൈക്കിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും രീതിയിൽ വണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു 2025 ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 250 ക്ലാസ്സിൽ ഈ ഒരു ബൈക്ക് വന്നത്. അതായത് ഇപ്പോൾ ഡ്യൂക്ക്, അതേപോലെ തന്നെ NS 250 കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബൈക്ക് ഇപ്പോൾ എക്സ്ട്രീമാണ്. ഈ ബൈക്കിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ലോങ് റൈഡിനായാലും ഷോർട്ട് റൈഡിനായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് കിട്ടുന്നുണ്ട്. മേ ബി അതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ഒരു പൊസിഷൻ്റെ ആയിരിക്കാം. കാരണം നമുക്കൊരു സ്പോർട്ടി ബൈക്ക് എന്ന് പറയുമ്പോഴേക്കും മെയിൻലി നമുക്ക് ബാക്ക് പെയിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇതേപോലെയുള്ള ബൈക്കുകൾ ശരിക്കും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അത്രയും കംഫർട്ടബിളായിട്ടാണ് ഈ ബൈക്കിലിരിക്കുന്നത്. പിന്നെ സീറ്റ് സ്പ്ലിറ്റഡ് സീറ്റാണ് വരുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് റൈഡറിന് ഇടിക്കാൻ പറ്റും. ഞാൻ പില്ലിയൺ ഇരുത്തി ഓടിച്ചില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു പില്ലിയണും അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഹൈറ്റ്, അത്രയും ഹൈറ്റിലാണ് ഈ വണ്ടി കമ്പനി മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ റൺ ചെയ്യുമ്പം ബാക്കിൽ നിന്ന് നമ്മൾ നോക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ ക്ലാസ് ബൈക്കാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം അതേപോലെയാണ് ഇതിൻ്റെ ബാക്ക് കമ്പനി മെയ്ഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര അഗ്രസീവ് ലുക്കിൽ തന്നെയാണ് കമ്പനി മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം ഹയർ ക്വാളിറ്റിയിലാണ് കമ്പനി ഇത് ചെയ്തേക്കുന്നത്. GRS എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ മോണോഷോക്ക് സസ്പെൻഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ചെറിയ ചെറിയ ഗട്ടറുകളിലൊന്നും ചാടിയിട്ടൊന്നും അറിയുന്നില്ല. ബൈക്കിൻ്റെ ഒരു മീറ്ററിലേക്ക് നോക്കണമെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് മീറ്റർ കമ്പനി ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫീച്ചർ വൈസ് നോക്കണമെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. അതേപോലെ മൊബൈൽ ചാർജിങ് എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ സ്വിച്ചസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഈ ഓൾ ന്യൂ 250 സീരീസിൽ വന്നിരിക്കുന്ന എഞ്ചിൻ്റെ ഒരു റെവിങ് സൗണ്ടും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. അത്യാവശ്യം ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. നമുക്ക് എന്താ പറയുക, ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും നമുക്ക് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കമ്പനി ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തിട്ടുണ്ട്.
പിന്നെ എക്സോസ്റ്റൊക്കെ വളരെ രസമായിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ പണ്ടത്തെ എക്സ്ട്രീം വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി വണ്ടി വളരെയധികം, അതായത് നെക്സ്റ്റ് ലെവലിൽ ചേഞ്ച് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഈ ബൈക്ക് ഇഷ്ടപ്പെടും. ഇത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരും ഈ ബൈക്കിനെ പറ്റി ഈ ബൈക്കല്ലാതെ വേറൊരു ബൈക്കിനെ പറ്റി അന്വേഷിക്കുന്നവരും ഈ ബൈക്ക് എന്തായാലും കൺസിഡർ ചെയ്യുക, എന്തായാലും റൈഡ് ചെയ്ത് നോക്കുക. ആലുവയിൽ വണ്ടി അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ ബൈ.